കാമുവിനെ രക്ഷിക്കാനെത്തിയതായിരിക്കും രജനി. കൂട്ടിന് അമ്മയും അല്ലേ? അതെ, മാസ്റ്ററെ രക്ഷിക്കാൻ തന്നെയാണ് വന്നത്. പാവം, ആട്ടിൻകുട്ടി സിംഹക്കൂട്ടിലെത്തിയിരിക്കുന്നു. മഹേശ്വരിയോ? ഞാൻ അങ്ങേ കാണാൻ വന്നതാണ്. പഞ്ചവടിയിൽ കഴിഞ്ഞുകൂടാൻ പോലീസുകാർ സമ്മതിക്കില്ലല്ലോ. അത് ശരി, ഇവിടെ വരൂ. അമ്മയെയും മകളെയും കൂട്ടിക്കൊണ്ടു പോകും. ഞങ്ങൾ ആരും രക്ഷിക്കാൻ വന്നതല്ല. ഞങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ചുള്ള 5 ലക്ഷം രൂപ തന്നാൽ ഞങ്ങൾ പോയിക്കോളാം. അമ്മേ, നമുക്ക് ഈ പണം വേണ്ട. ദയവ് ചെയ്ത് മാസ്റ്റർ ഞങ്ങൾക്ക് വിട്ടു തന്നാൽ മതി. ഞങ്ങൾ ഇവിടുന്ന് പോയിക്കൊള്ളാം. നിങ്ങളുടെ പണം തന്നെ തരാം. അതാ ആ വലതുവശത്തുള്ള ചെറിയ ഷെൽഫിൽ നിങ്ങളുടെ 5 ലക്ഷം രൂപ ഭദ്രമായിരിപ്പുണ്ട്. പോയി എടുത്തുകൊള്ളൂ. രാവണ മുതലാളി സത്യമുള്ള ആളാ. ഞങ്ങളുടെ കണ്ടീഷൻ മേടിച്ചോണ്ട് ഞങ്ങൾ പോയിക്കോളാം. അമ്മേ, നമുക്ക് ആ പണം വേണ്ട. അമ്മേ, അമ്മേ, നമുക്ക് ആ പണം വേണ്ട. അനങ്ങിപ്പോൾ രജനി, നീ എന്തിന് എനിക്ക് വേണ്ടി രക്തസാക്ഷിയായി? മാസ്റ്റർ, മാസ്റ്റർ, LKO calling police superintendent office. LKO calling police superintendent office. Please come in. ലങ്കയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ മണി 1 സമയം കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ വ്യവസ്ഥ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാത്തത് കാരണം നിങ്ങളുടെ ഹെഡ് കോൺസ്റ്റബിൾ അടിയോടി ആദ്യമായി ബലിയർപ്പിക്കപ്പെടുന്നു. ഓവർ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. എന്റെ ഗുരുവായൂരപ്പ, he is finished. ഇനി ഒരാൾ മാത്രം ബാക്കിയുണ്ട്. നിങ്ങളുടെ സമർത്ഥനായ ഓഫീസർ ജയശങ്കർ. അയാൾക്ക് വേണ്ടി 1 മണിക്കൂർ കൂടി അനുവദിക്കുന്നു. അതിനകം ഞങ്ങളുടെ വ്യവസ്ഥകൾ നിങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ കൃത്യം 2 മണിക്ക് ജയശങ്കറിനെയും ഇതുപോലെ ഞങ്ങൾ ശിക്ഷിക്കുന്നതാണ്. ഓവർ. സാർ, നമ്മുടെ ആലോചന ഒരാളുടെ ജീവഹാനിക്ക് കാരണമാക്കി. ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആക്കൻ. താമസിച്ചാൽ ജയശങ്കറിനെ അവർ കൊല്ലും. ജയശങ്കറിനെ കൊന്നാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അവരുടെ വ്യവസ്ഥകൾക്ക് കീഴടങ്ങുന്നത് അതിലും അവമാനമാണ്. സാർ, ഇത് അഭിമാനമല്ല, ഇത് ജീവന്റെ പ്രശ്നമാണ്. സർക്കാരും അവരുടെ കണ്ടീഷൻ സ്വീകരിക്കുന്നതാണ് നല്ലത്. ആ കൊലപാതകരുടെ വ്യവസ്ഥ സ്വീകരിക്കുന്നത് ധീരത്വം. നമ്മൾ ഈ ജോലിക്ക് കൊള്ളുകാത്തവരാണെന്ന് നാട്ടുകാർ പറയും. I will never surrender. നിനക്ക് മരിക്കാൻ ഇനി 15 നിമിഷം മാത്രമേ ഉള്ളൂ. അതിനിടയിൽ ഒരു മംഗളകർമ്മം കൂടി നടക്കട്ടെ. ഞാനും മഹേശ്വരിയും വിവാഹിതരാകാൻ പോവുകയാണ്. അതിനിപ്പോഴെന്താണ് എതിർക്കുന്നത്? പതുക്കെ ആകാമല്ലോ. പാടില്ല. ഇവന്റെ മുമ്പിൽ വെച്ച് തന്നെ നമ്മുടെ വിവാഹം നടക്കണം. അല്ല, ഇവനും മഹേഷിയമ്മയുടെ ഒരു ഭൈമികാവുകനല്ലേ? അതുകൊണ്ട് വേളി ലങ്കയിൽ വെച്ച് തന്നെ നടക്കട്ടെ. എടോ മാഷെ, ഞങ്ങൾ അഭിനന്ദിച്ചുകൊണ്ട് താനൊരു പാട്ട് പാടും. തന്റെ അവസാനത്തെ പാട്ട് പാടും. പാടാൻ പാടാൻ നീ പാടില്ലല്ലേ? നിന്നെ കൊണ്ട് പാടിക്കാൻ കഴിയുമോ എന്ന് ഞാൻ നോക്കട്ടെ. ആ ഇലക്ട്രിക് സ്റ്റാൻഡ് കൊണ്ടുവരും. എന്ത് ത്യാഗം സഹിക്കും? ജയശങ്കറിന്റെ ജീവൻ നമുക്ക് രക്ഷിക്കണം. ജയശങ്കർ
ഈ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും സമർത്ഥനായ ഉദ്യോഗസ്ഥനാണ്. ആ യുവാവിന്റെ ജീവഹാനി നമുക്ക് തീരാ നഷ്ടവുമാണ്. എന്നാൽ ഉടനെ അവരുടെ വ്യവസ്ഥ സ്വീകരിക്കണം. അക്രമയുടെ മുമ്പിൽ ഞാൻ ഇതുവരെ തലകുലിച്ചിട്ടില്ല. ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസ്റ്റേജ് കാഴ്ചവെച്ചിട്ടുമില്ല. സാർ, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ ത്യാഗം ചെയ്യണം. ഭീരുത്വം നിറഞ്ഞ ഈ ത്യാഗത്തെക്കാൾ എന്റെ രാജിയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഇങ്ങനെ മരിക്കണമെന്നാണ് അങ്ങ് പറയുന്നത്. ഇൻസ്പെക്ടർ, ഡ്യൂട്ടി ഈസ് സുപ്രീം. വി മസ്റ്റ് ഫേസ് ഇറ്റ് അറ്റ് എനി കോസ്റ്റ്. സംസാരിക്കാൻ പറയാം. ലെറ്റ് മിസ്റ്റർ ജയദേവൻ സ്പീക്ക്. ഓവർ. സ്പീക്ക്. ഞാൻ ജയശങ്കർ. ഹെഡ് കോൺസ്റ്റബിൾ അടിയോടിയും എന്റെ കൂടെ ഉണ്ട്. ശത്രുക്കളെ വേട്ടയാടുന്ന ജീവിതത്തിൽ ജയവും പരാജയവും സാധാരണമാണ്. അബദ്ധത്തിൽ ഈ രാക്ഷസന്മാരുടെ കയ്യിൽ ഞാൻ പെട്ടുപോയി. ഇപ്പോൾ വിശ്വാസമായല്ലോ. ഇന്ന് 1 മണിക്ക് ബഹദൂറിനെ പറഞ്ഞ സ്ഥലത്ത് എത്തിക്കണം. അല്ലെങ്കിൽ ഈ രണ്ടുപേരുടെയും വധത്തിന് നിങ്ങൾ ഉത്തരവാദികളായിരിക്കും. ഓവർ. എടാ ദ്രോഹികളെ, നിന്റെയൊക്കെ തലയിൽ ഇടിവാട് വീണില്ലോടാ. ഏതായാലും ജീവിതത്തിൽ ഒരിക്കൽ സൗകര്യമായിട്ട് മരിക്കണം. അങ്ങനെ ഞങ്ങളെ കൊല്ലാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് എന്നെ അങ്ങോട്ട് കൊന്നോളൂ. എന്റെ ഏമാനെ കൊല്ലുന്നത് കണ്ടുകൊണ്ട് നിൽക്കാനുള്ള ശേഷി എനിക്കില്ല. എന്റെ ഗുരുവായൂരപ്പാ. പോലീസുകാരാ, നിങ്ങൾ പരിച്ഛേദം വിഷമിക്കണ്ട. കൃത്യം 5 മണിക്കൂർ കഴിയുമ്പോ നിങ്ങൾ രണ്ടുപേരെയും തല വെട്ടി കയ്യിലാ തന്നേക്കാം. വേണച്ചാ നിങ്ങൾ അതെടുത്ത് റോഡിലോട്ട് വെച്ചോളൂ. അത്ര തന്നെ. കരയാതിരിക്കും മോളെ. നമ്മൾ അദ്ദേഹത്തെ പാട്ടുവാദ്യാരെന്നുള്ള നിലയിലാണ് സ്നേഹിച്ചത്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ കണ്ടീഷൻ അതാണോ? നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഈ അപകടത്തിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കാം. അതൊക്കെ രാജകാര്യം. ഞങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ചുള്ള രൂപ കിട്ടിയാൽ ഞങ്ങൾ സ്ഥലം വിട്ടേക്കാം. അത് ശരിയല്ല അമ്മേ. ഞാൻ സ്നേഹിച്ച ഒരാളുടെ ജീവനേക്കാളും വലുതാണോ പണം? നിങ്ങൾ എത്ര കാലം മിണ്ടാതിരിക്കും? പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ രാവണന്റെ അടുത്തു നിന്നുള്ള പണം മുഴുവൻ നിങ്ങൾ വാങ്ങണം. അല്ലെങ്കിൽ നിങ്ങൾക്കും പാട്ടുവാദ്യാര സ്ഥിതിയായിരിക്കും. ശരി, നമുക്ക് ലങ്കയിലേക്ക് തന്നെ പോകാം. വേണ്ട അമ്മേ, നീ ചുമ്മാ ഇരിക്ക്. വരുന്നത് വരട്ടെ. നോക്കൂ, ഈ തോക്കും ചൂണ്ടിക്കൊണ്ടിരിക്കുന്ന ഏർപ്പാട് നമുക്ക് പറ്റില്ല. ആ സമയം വൈകിയാൽ നമുക്ക് അവിടെ ഉണ്ടാവും. LKO calling police superintendent office. LKO calling police superintendent office. Please come in. ലങ്കയിൽ നിന്നാണ് സംസാരിക്കുന്നത്. 3 മണിക്കൂർ കഴിഞ്ഞു. ഇനി 2 മണിക്കൂർ മാത്രമാണ് നിങ്ങളുടെ ഓഫീസർമാരുടെ ജീവന്റെ കാലാവധി. ആലോചിച്ച് മറുപടി പറയുക. ഇപ്പോൾ മണി 11. ഓവർ. ആ വിപ്ലവകാരിയുടെ ഭീഷണിക്ക് വഴങ്ങിയാൽ കുറ്റങ്ങൾ ഏറി വരികയുള്ളൂ. എങ്ങനെയും കൊള്ളസംഘത്തെ കണ്ടുപിടിച്ച് അമർച്ച ചെയ്യുകയാണ് നമ്മുടെ ചുമതല. നമ്മൾ എവിടെ അന്വേഷിക്കും? ഇല്ലെങ്കിൽ എവിടെയാണെന്ന് ആർക്കറിയാം? കണ്ടുപിടിക്കുകയാണ് നമ്മുടെ കടമ. 5 മണിക്ക് സമീപം പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ. കുറ്റക്കാർ ആരായാലും സംശയം തോന്നുന്നവർ ആരായാലും അറസ്റ്റ് ചെയ്യട്ടെ. 2 മണിക്കൂറിനകം കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മളുടെ കൂട്ടത്തിലുള്ള 2 ഓഫീസേഴ്സിന്റെ ജീവൻ അപകടത്തിലാവും. അന്വേഷണം നടക്കട്ടെ. യെസ് സാർ. ഈ തരുണിമണികൾ അങ്ങനെ ഈ രഹസ്യ സംഘത്തിൽ